അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്ത് നൂറിനെ കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നൂർ എന്നാൽ പ്രകാശം എന്നതാണ് ആശയം. 64 ആയത്തുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് മദീനയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. 35-ാമത്തെ ആയത്തിൽ ദിവ്യപ്രകാശത്തെപ്പറ്റി പരാമർശിക്കുന്നതിനാലാണ് ഈ അധ്യായത്തിന് പ്രകാശം എന്ന പേര് നൽകപ്പെട്ടത്. പിന്നെ ഇതിൽ പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ്. അവരെക്കുറിച്ച് പറഞ്ഞ അപവാദങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. കപട വിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യാണ് ഈ അപവാദ പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. ഏതൊരു സത്യവിശ്വാസിക്കും മറ്റൊരു സത്യവിശ്വാസിയെപ്പറ്റി നല്ല വിചാരം മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുക്കളിലൊരാളായ മിസ്തഹ് എന്നയാളും അപവാദം പ്രചരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹിൻ്റെ മേലിൽ സഹായം നൽകുകയില്ലെന്ന് ശപഥം ചെയ്തു. അത്തരം അത്യന്തിക നടപടികൾ ശരിയല്ലെന്ന് അള്ളാഹു ഈ വചനത്തിലൂടെ ഉണർത്തുന്നു. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നമ്മുടെ സഹജീവികൾക്ക് മാപ്പ് നൽകേണ്ടതാണ്. അന്യരുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ അവിഹിതമായി ഇടപെടാതിരിക്കുകയും സമ്പർക്കങ്ങളിൽ പരമാവധി മാന്യത പുലർത്തുകയും ചെയ്യുന്നത് വ്യക്തിക്കും സമൂഹത്തിനും ഒരുപോലെ ഗുണകരമത്രേ. ഇനി ആയിഷ ബീവിയെക്കുറിച്ച് ചുരുക്കി ആ അപവാദ പ്രചരണ കഥ വിവരിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുണ്ടായ അപവാദ പ്രചരണം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. കപട വിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യിൻ്റെ നേതൃത്വത്തിൽ മുനാഫിക്കുകൾ നടത്തിയ ഒരു ആരോപണമാണ് ഈ സൂറത്തിലൂടെ പറയുന്നത്. ഈ സൂറത്തിലെ 10-ാമത്തെ ആയത്ത് മുതൽ 21 ആയത്ത് വരെയാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ ഒരു പ്രചരണ പരിപാടിയിൽ ഒരു യാത്രാസംഘവുമായി യാത്ര ചെയ്യുകയായിരുന്നു. യാത്രയ്ക്കിടെ അബദ്ധത്തിൽ യാത്രാസംഘത്തിൽ നിന്ന് വേർപിരിഞ്ഞ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. വേറിട്ട് യാത്ര ചെയ്തിരുന്ന സഫ്വാൻ ഇബ്നു മുത്താൽ ആയിഷ ബീവി എവിടെയായിരുന്നോ അതേ സ്ഥലത്ത് എത്തുകയും അവർ കുടുങ്ങിപ്പോയത് കണ്ട് അവരുടെ ഒട്ടകത്തെ കൊണ്ടുവന്ന് മുട്ടുകുത്തിച്ചു അവരെ അതിൽ കയറ്റുകയും ചെയ്തു. പിന്നെ അവർ ആ നീങ്ങിയ സൈന്യത്തെ പിടിക്കുന്നതുവരെ പുറപ്പെട്ടു. ഇത് കേവലം സംശയത്തിന് കാരണമായില്ല, മറിച്ച് അവർക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് കാരണമായി. കപട വിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു ഉബയ്യനാണ് പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലെത്തിയത്. അദ്ദേഹം കള്ളം കെട്ടിച്ചമക്കുകയും മറ്റുള്ളവരോട് മന്ത്രിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളിൽ ചിലർ അത് വിശ്വസിക്കാൻ തുടങ്ങി. അവരുടെ സംശയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളിൽ അവർ രോഗബാധിതയായിരുന്നു. ആളുകൾ പരദൂഷണം പറഞ്ഞതിനെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നേയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസക്കാലത്തോളം വ്യസനപ്പെട്ടു. അവസാനം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെയും അവരുടെ മാതാപിതാക്കളെയും സന്ദർശിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗമ്യമായി പറഞ്ഞു, ആയിഷ, നിന്നെപ്പറ്റി ഞാനിത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം അള്ളാഹു പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും വേണം. ഒരു ദാസൻ അള്ളാഹുവിനോട് കുറ്റമേറ്റു പറഞ്ഞ് പശ്ചാത്തപിച്ചാൽ അള്ളാഹു അവനോട് ക്ഷമിക്കുക തന്നെ ചെയ്യും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ആയിഷ ബീവിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വറ്റി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തൻ്റെ പ്രതിരോധത്തിലും എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ച് അവരുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ മാതാവിനെയും മാറി മാറി നോക്കി. അവരാരും ഒന്നും പറഞ്ഞില്ല. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെക്കുറിച്ച് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ഇനി ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിരപരാധിയാണെന്നതിന് അള്ളാഹു സാക്ഷിയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കില്ല. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ ഏറ്റുപറഞ്ഞാൽ ഞാൻ അത് ചെയ്തിട്ടില്ലെന്ന് അള്ളാഹുവിനറിയാം. താമസിയാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി പുറപ്പെട്ടു. അതായത് കഠിനമായ മഞ്ഞുകാലത്ത് പോലും മുത്തുപോലുള്ള വിയർപ്പ് തുള്ളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ശേഖരിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് ദൈവിക വെളിപാട് സ്വീകരിക്കുന്ന, അതായത് അള്ളാഹുവിൻ്റെ വഹി സ്വീകരിക്കുന്ന അവസ്ഥ അനുഭവപ്പെട്ടു.
വെളിപ്പെടുത്തൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ നിലപാട് ശരിവെക്കുകയും ആയിഷ ബീവിയുടെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. അപ്പോഴാണ് ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ ഈ ആയത്തുകൾ ഇറങ്ങിയത്. ആ സമയത്താണ്, ആ അപവാദ പ്രചരണ സമയത്താണ്, ഒരു മാസക്കാലത്തെ വ്യസനത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഒരു സന്തോഷ വാർത്തയാണ് ഇത്. അള്ളാഹു തന്നെ അവരുടെ നിരപരാധിത്വം തെളിയിച്ച സന്തോഷ വാർത്ത. അങ്ങനെ അദ്ദേഹം ആദ്യമായി സംസാരിച്ച വാക്കുകൾ ഇതായിരുന്നു: അഭിനന്ദനങ്ങൾ ആയിഷ, അങ്ങനെ നിങ്ങളുടെ നിരപരാധിത്വത്തിൻ്റെ തെളിവ് അള്ളാഹു അവതരിപ്പിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ ന്യായീകരണമുള്ള സൂറത്തു നൂറിലെ ഇനി പറയുന്ന 10 വാക്യങ്ങൾ പാരായണം ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആയത്തുകൾ ഇറങ്ങിയതും ആയിഷ ബീവിയുടെ നിരപരാധിത്വം തെളിയിച്ചതും. ഈ കാര്യങ്ങളാണ് ഈ സൂറത്തു നൂറിൽ പരാമർശിക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്തെന്നാണെന്ന് പറഞ്ഞാൽ, വ്യഭിചാരത്തിൻ്റെ ശിക്ഷാ നിയമങ്ങൾ, ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളുടെ പ്രായോഗികത, വ്യഭിചാരാരോപണം ചെയ്യുന്നതിൻ്റെ ശിക്ഷ, സ്വന്തം ഭാര്യമാരെക്കുറിച്ച് വ്യഭിചാരാരോപണം ചെയ്താലുള്ള വിധി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ട അപവാദങ്ങൾ, അപവാദം പ്രചരിപ്പിച്ചവരെപ്പറ്റി അള്ളാഹുവിൻ്റെ ആക്ഷേപം, സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിപ്പിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും വേദനയേറെ ശിക്ഷയുണ്ടെന്ന കാര്യം ഉണർത്തുന്നു. ഖിയാമത്ത് നാളിൽ നാവുകളും കയ്യും കാലും സാക്ഷികളായിരിക്കുമെന്നും പ്രത്യേകം ഉണർത്തുന്നു. നല്ലവർക്ക് നല്ലവരും ദുഷിച്ചവർക്ക് ദുഷിച്ചവരും. അന്യവീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആചരിക്കേണ്ട മര്യാദയെക്കുറിച്ച്, ഇസ്ലാമിലെ പർദ നിയമങ്ങളെക്കുറിച്ച്, അതുപോലെ വിവാഹത്തിന് സാധിക്കാത്തവർ നോമ്പ് വഴി ചാരിത്രം സംരക്ഷിക്കണമെന്നതിനെക്കുറിച്ചും, അള്ളാഹുവിൻ്റെ പ്രകാശവും അതിൻ്റെ ഉപമയും, അവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം, മേഘം, മഴ, ഇടി, മിന്നൽ എന്നിവയെ അള്ളാഹു നിയന്ത്രിക്കുന്നു, അതുപോലെ തന്നെ കപടവിശ്വാസികളുടെ ചില സ്വഭാവങ്ങൾ, വൃദ്ധകളായ സ്ത്രീകൾക്ക് പർദ്ദയിലുള്ള ഇളവ്, അതുപോലെ തന്നെ പൊതുകാര്യങ്ങളിൽ സത്യവിശ്വാസികളുടെ നിലപാട്. അവസാനമായി പറയുന്നത്, സാധാരണമായി ജനങ്ങൾ പരസ്പരം പേരും മറ്റും വിളിച്ച് സംബോധന ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുവാൻ പാടില്ലെന്നും, നബിയെ, റസൂലെ, പ്രവാചകരെ, ദൈവദൂതരെ എന്നിങ്ങനെ ആദരപൂർവ്വം മാത്രമേ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യാവൂ എന്നുമാണ് അള്ളാഹു ഇവിടെ കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാക്കിലും പെരുമാറ്റത്തിലുമെല്ലാം തന്നെ എത്രമേൽ മര്യാദയോട് വർത്തിക്കണമെന്ന് മനസ്സിലാക്കുവാൻ ഈ ഒരേ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിൽ പോലും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദ് എന്നോ മനുഷ്യ എന്നോ അള്ളാഹു വിളിച്ചിട്ടില്ല. മാത്രമല്ല നബിയെ റസൂലെ, പുതപ്പിട്ട് മൂടിയിരിക്കുന്ന ആളെ എന്നും മറ്റുമാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നൂറിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത്. നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെല്ലാവരെയും അള്ളാഹു സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. വ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.